പതിവ് പോലെ സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതാൻ വേണ്ടി പിതാവിൻ്റെ ഖബറിൻ്റെ ചാരത്തേക്ക് വന്നതായിരുന്നു ആ കുട്ടി. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ഖബറിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. അടയാളങ്ങൾ കൊണ്ടെല്ലാം ലൈലത്തുൽ ഖദ്റാണെന്ന് വ്യക്തമായ രാവാണ് തൊട്ടുതലേന്ന് കഴിഞ്ഞുപോയത്. പിന്നെന്തുകൊണ്ടാണ് ഈ ഖബറാളിക്ക് ശിക്ഷ ലഭിക്കപ്പെടുന്നത് എന്ന അന്വേഷണമാണ് പിന്നെ നടന്നത്. സമീപത്തെ ഖബറിൽ നിന്ന് ഖബറാളിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഓതൽ നിർത്തിക്കൊണ്ട് ശബ്ദം വരുന്ന ഭാഗത്തേക്ക് ആ കുട്ടി ശ്രദ്ധിച്ചു. വെളിച്ചം പരക്കുന്നതിനനുസരിച്ച് ആ ഖബറിൽ നിന്നുള്ള കരച്ചിലിൻ്റെ ശബ്ദം കുറഞ്ഞു വന്നു. അവസാനം തീരെ കേൾക്കാതെയായി. അതുവഴി വന്ന വ്യക്തിയോട് ആ ഖബറാളിയെക്കുറിച്ച് അന്വേഷിച്ചു. മറുപടി കേട്ടപ്പോൾ വല്ലാതെ അമ്പരന്നുപോയി. എല്ലാ സമയവും പള്ളിയുമായി ബന്ധപ്പെടുന്ന, കൃത്യമായി നിസ്കരിക്കുന്ന, അനാവശ്യമായി സംസാരിക്കാത്ത നല്ല വ്യക്തിയെന്ന് പരക്കെ അറിയപ്പെട്ട ഒരാളുടേതായിരുന്നു ആ ഖബർ. പിന്നെന്തുകൊണ്ടാണ് ഈ പവിത്ര ലൈലത്തുൽ ഖദ്റിൻ്റെ പുലർച്ചെ പോലും അദ്ദേഹം ശിക്ഷ അനുഭവിക്കുന്നത്? അപ്പോഴാണ് ഉത്തരം ലഭിക്കുന്നത്. അദ്ദേഹം പലിശയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. ആദ്യകാലത്ത് വലിയ കച്ചവടക്കാരനായിരുന്നു. വയസ്സായപ്പോൾ പണം പലിശയ്ക്ക് കൊടുത്തായിരുന്നു അത്രേ ജീവിതം. ഖബറിൽ നിന്നുള്ള ശിക്ഷയുടെ ശബ്ദം കേൾക്കും വിധം വലിയ കറാമത്ത് നൽകപ്പെട്ട ഈ കുട്ടി ആരാണെന്നറിയുമോ? അതാണ് പിൽക്കാലത്ത് ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ എന്ന പേരിൽ അറിയപ്പെട്ട വിസ്മൃതനായ അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഹിജ്റ 974 റജബ് 23 തിങ്കൾ ളുഹാ സമയം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വഫാത്തായി. മൂന്നാമത്തെ പിതാവായ ഹജറുമായി ബന്ധിച്ചുകൊണ്ടാണ് ഇബ്നു ഹജർ എന്ന പേര് വന്നത്.